സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ കപ്പൽ ആക്രമിച്ചതിലൂടെ യുക്രൈൻ പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് നേരിട്ട് കടന്നു വന്നു. ഇറാൻ ഇപ്പോൾ ഏറ്റവും ഗൗരവമായി പരിശോധിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. കാരണം ഈ ആക്രമണത്തെ അത്ര നിസ്സാരമായി കാണാൻ ടെഹ്റാൻ തയ്യാറല്ല. യുക്രൈന്റെ ഈ നീക്കത്തിന് പിന്നിൽ വലിയൊരു അജണ്ട ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. അതിലുപരി ആക്രമണം നടന്നത് ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ കാസ്പിയൻ കടലിലാണ്. അതിനാൽ ഇത് വെറും ഒരു കപ്പൽ ആക്രമണമല്ല, വലിയൊരു ജിയോ പൊളിറ്റിക്കൽ സന്ദേശമാണ് എന്നാണ് ടെഹ്റാൻ കാണുന്നത്. എന്തായാലും ഈ നീക്കത്തെ മുളയിലേ നുള്ളാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്ന് ഉറപ്പിക്കാവുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യുക്രൈന് ശക്തമായ മറുപടി ഉറപ്പാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞതും ഈ സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ആ മറുപടി എങ്ങനെയായിരിക്കും? റഷ്യയുമായി ചേർന്നാണോ ഇറാൻ നീങ്ങുക, അതോ നേരിട്ട് യുക്രൈനെ ലക്ഷ്യമിടുമോ? അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിക്കാത്ത മറ്റേതെങ്കിലും വഴി ടെഹ്റാൻ തിരഞ്ഞെടുക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി മാത്രം, അതുമല്ലെങ്കിൽ റഷ്യൻ ആയുധ ശൃംഖലയെ തകർക്കാൻ വേണ്ടി മാത്രം യുക്രൈൻ തങ്ങളെ ആക്രമിക്കില്ല എന്നതാണ് ഇറാൻ ഉറപ്പിക്കുന്നത്. ആക്രമണം നടന്ന സമയവും സ്ഥലവും കണക്കിലെടുത്താണ് ടെഹ്റാൻ ഈ ഉറപ്പിലെത്തുന്നത്. അതിനാൽ ഇതിന് പിന്നിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വ്യക്തമായ തന്ത്രമുണ്ട് എന്ന് ഇറാൻ കണക്കാക്കുന്നു. ഒപ്പം ഇസ്രയേലിന്റെ പങ്കും ഇറാൻ സംശയിക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് യുക്രൈനെതിരെ കടുത്ത നീക്കത്തിന് ഇറാൻ ഒരുങ്ങുന്നുവെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ സംഭവത്തിന് പിന്നിലെ തന്ത്രങ്ങളും പ്രത്യാഘാതങ്ങളും പുതിയ നീക്കങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നടത്തിയ കടുത്ത പരാമർശങ്ങൾ നോക്കാം. അതിൽ ഒളിഞ്ഞുകിടക്കുന്ന മുന്നറിയിപ്പുകളെ നമുക്ക് നോക്കിക്കാണാം. അരാഗ്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇതാണ്: മറുപടി നൽകാതിരിക്കാൻ ഇറാൻ ആകില്ല എന്നതാണ്. മാത്രമല്ല, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കീവിലെ പരാന്നഭോജി എന്ന് അരാഗ്ചി വിളിക്കുകയും ചെയ്തു. ഈ ആക്രമണം യുക്രൈൻ സ്വയം ചെയ്തതല്ല, ഇസ്രയേലിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് അരാഗ്ചി ആരോപിക്കുകയും ചെയ്തു. യൂറോപ്പിനെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഇസ്രയേലിന്റെയും യുക്രൈന്റെയും തന്ത്രമാണ് ഇതെന്നും അരാഗ്ചി പറഞ്ഞു. അരാഗ്ചി പറഞ്ഞ ഓരോ വാചകത്തിലും ഇറാന്റെ ഉറച്ച വിലയിരുത്തലുകളും ഒപ്പം സംശയങ്ങളും ഉണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, പ്രസ്താവനയിൽ ഒതുക്കാതെ നയതന്ത്ര നീക്കങ്ങളും അരാഗ്ചി നടത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ പ്രതിനിധി കാജ ഖല്ലാസുമായും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അരാഗ്ചി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു. അതായത് അത്രത്തോളം ഗൗരവകരമായിട്ട് തന്നെയാണ് ഇറാൻ യുക്രൈന്റെ ആക്രമണത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി യുക്രൈൻ നടത്തിയ ആക്രമണത്തിന്റെ രീതിയും തലവും പരിശോധിക്കാം. സൈനിക സാമഗ്രികൾ കടത്തുകയായിരുന്ന 2 റഷ്യൻ കപ്പലുകളെ തങ്ങളുടെ ഡ്രോണുകൾ ആക്രമിച്ചു എന്നാണ് യുക്രൈൻ ആദ്യം അറിയിച്ചത്. പിന്നീടാണ് ഇതിലൊന്ന് ഇറാന്റെ കപ്പലാണ് എന്നുള്ള കാര്യം യുക്രൈൻ സ്ഥിരീകരിച്ചത്. ഇരുമ്പ് കയറ്റി അയച്ച വാണിജ്യ കപ്പൽ മാത്രമാണ് ഇതെന്നാണ് ഇറാൻ അതിനോട് പ്രതികരിച്ചത്. അതിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. റഷ്യയിലെ അസ്ട്രാഖാൻ തുറമുഖത്ത് നിന്ന് ഇറാന്റെ അൻസാലിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു പേര് വെളിപ്പെടുത്താത്ത ഈ ഇറാനിയൻ കപ്പൽ. കാസ്പിയൻ കടലിൽ വെച്ച് ഇറാനിയൻ കപ്പലിനെ ആക്രമിക്കുക, ഒപ്പം അതിന് തിരഞ്ഞെടുത്ത സമയം, ഈ 2 കാര്യങ്ങളാണ് നിർണായകവും തന്ത്രപരവുമായിട്ട് ഉള്ളത്. ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ മേഖലയിലേക്ക് കടന്നുകയറി അമേരിക്കൻ നയതന്ത്ര നീക്കങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് യുക്രൈൻ ഈ സൈനിക ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാന കാര്യങ്ങൾ ഇതാണ്. 1, ആക്രമണം നടന്ന സ്ഥലം നമുക്ക് പരിശോധിക്കാം. ഭൂമിശാസ്ത്രപരമായി ചുറ്റും കരയാൽ ചുറ്റപ്പെട്ട കാസ്പിയൻ കടൽ ഇറാന്റെയും റഷ്യയുടെയും പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ്. അമേരിക്കയുടെയോ നാറ്റോ രാജ്യങ്ങളുടെയോ നാവികസേനകൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ റഷ്യ കൊടുക്കൽ വാങ്ങലുകളുടെ ഏറ്റവും സുരക്ഷിതമായ പാതയാണ് കാസ്പിയൻ കടൽ. കാസ്പിയൻ കടലിനെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നിങ്ങളിപ്പോൾ കാണുന്ന തമ്പനെയിലിൽ പേജ് 10 സ്റ്റോറീസിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കാണാം. എന്തായാലും അങ്ങനെയുള്ള കാസ്പിയൻ കടലിൽ ഉണ്ടായിരുന്ന കപ്പലിൽ ആക്രമണം നടത്തിയതിലൂടെ ഇറാനും റഷ്യയ്ക്കും ഇനി ഒരിടവും സുരക്ഷിതമല്ല എന്ന സന്ദേശമാണ് യുക്രൈൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് യുക്രൈന്റെ സന്ദേശമല്ല എന്നുള്ള കാര്യമാണ് ഇറാൻ പറയുന്നത്. ഇത് ഇസ്രയേലിന്റെ സന്ദേശമാണ് എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. 2, ആക്രമണം നടന്ന സമയം. ട്രംപ് ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്താൻ ഉത്തരവിട്ട് മണിക്കൂറുകൾക്കകമാണ് യുക്രൈൻ ഇറാന്റെ കപ്പലിനെ ആക്രമിച്ചത്. ഇറാനെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനും സംഘർഷം അവസാനിപ്പിക്കാനും ട്രംപ് ശ്രമിക്കുന്ന സമയം. ഇവിടെയാണ് ഇറാൻ ഇസ്രയേലിന്റെ പങ്ക് ശക്തമായി സംശയിക്കുന്നത്.
ചർച്ചകളെ അലങ്കോലപ്പെടുത്താൻ, ഇറാൻ ചർച്ചകളിലേക്ക് തിരികെ പോകാതിരിക്കാൻ ഇസ്രയേൽ യുക്രൈൻ വഴി നടത്തിയ ഗൂഢ നീക്കം എന്നതാണ് ഇറാന്റെ വിലയിരുത്തൽ. മാത്രമല്ല, സെലൻസ്കിയും നെതന്യാഹുവും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ് ഈ ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുക്രൈന്റെ നീക്കത്തിന് പിന്നിൽ ഇസ്രയേലിന്റെ ബുദ്ധിയും പ്രേരണയും ഉണ്ട് എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാനെതിരായ യുദ്ധത്തിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോയെയും നേരിട്ട് പങ്കാളികളാക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ കപ്പൽ ആക്രമിച്ച യുക്രൈനെതിരെ ഇറാൻ നേരിട്ട് പ്രത്യാക്രമണം നടത്താൻ നിർബന്ധിതമാകും സ്വാഭാവികമായും. അതോടെ യുക്രൈന് പിന്നിലുള്ള യൂറോപ്യൻ ശക്തികൾ ഇറാന് എതിരാകുകയും അത് ഇസ്രയേലിന് ഇറാനെ തീർക്കാൻ വലിയ സഹായകരമാകുകയും ചെയ്യും എന്നതാണ് നെതന്യാഹുവിൻ്റെ മനസ്സിലിരിപ്പ് എന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുന്ന ഷാഹദ് ഡ്രോണുകൾ ഇറാൻ്റേതാണ്. ഈ ഡ്രോണുകളെ എങ്ങനെ വെടിവെച്ചിടാം എന്നതിനെക്കുറിച്ച് യുക്രൈൻ തങ്ങളുടെ യുദ്ധാനുഭവങ്ങൾ ഇസ്രയേലിന് കൈമാറുന്നുണ്ട്. പകരമായി ഇറാനിയൻ ആയുധങ്ങളുടെ വിതരണ ശൃംഖല തകർക്കാൻ ആവശ്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളും സാങ്കേതിക സഹായവും ഇസ്രയേൽ യുക്രൈന് നൽകുന്നുണ്ട് എന്നാണ് ഇറാന്റെ ആഭ്യന്തരമായിട്ടുള്ള വിലയിരുത്തൽ. കൂടാതെ കാസ്പിയൻ കടലിലേക്ക് നേരിട്ട് ചെന്ന് ആക്രമിക്കാൻ ഇസ്രയേലിന് ലോജിസ്റ്റിക് പരിമിതികളുണ്ട്, അതായത് ദൂര പരിമിതികളുണ്ട്. അതിനാൽ ഇസ്രയേൽ യുക്രൈന്റെ ലോങ് റേഞ്ച് ഡ്രോൺ ശേഷിയെ ഉപയോഗപ്പെടുത്തി എന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇത് യുക്രൈൻ്റെ മാത്രം ബുദ്ധിയിൽ ഉദിച്ച ആക്രമണമല്ല എന്നുള്ള കൃത്യമായ നിഗമനത്തിലേക്ക് ഇറാൻ എത്തിച്ചേരുന്നത്. മറ്റൊരു വിലയിരുത്തലുള്ളത് നെതന്യാഹുവിൻ്റെ പാത പിന്തുടർന്ന് പല മേഖലകളിൽ ആക്രമണം നടത്തി റഷ്യയുമായുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ പേരിൽ അധികാരത്തിൽ തുടരാൻ സെലൻസ്കി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ചില നിരീക്ഷകർ പറയുന്നത് അങ്ങനെയാണ്. അതിനുവേണ്ടി കാസ്പിയൻ കടലിലേക്ക് റഷ്യ യുക്രൈൻ യുദ്ധം സെലൻസ്കി വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതിലൂടെ രണ്ട് യുദ്ധത്തെയും ഒരു തരത്തിൽ ബന്ധിപ്പിക്കാൻ സെലൻസ്കി ശ്രമിച്ചു എന്നാണ് വിലയിരുത്തൽ. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നത്. ഇറാൻ യുക്രൈനെതിരെ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് മുതിരുമോ അതോ റഷ്യ വഴിയുള്ള നീക്കങ്ങളാണോ നടത്തുക എന്നതിൽ അന്താരാഷ്ട്ര നിരീക്ഷകർ പല സാധ്യതകളാണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആ പല സാധ്യതകളും നമുക്ക് വിലയിരുത്താം. ഒന്ന്, റഷ്യ വഴിയുള്ള നീക്കമാണ്. ഇറാൻ യുക്രൈനുമായി നേരിട്ട് യുദ്ധത്തിലേക്ക് പോകുന്നതിന് പകരം റഷ്യയുമായുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ചില നിരീക്ഷകർ പറയുന്നത്. റഷ്യയ്ക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഷാഹദ് ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുടെ വിതരണം ഇറാൻ ഗണ്യമായി വർദ്ധിപ്പിച്ചേക്കാം. ഇതിലൂടെ യുക്രൈൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇറാൻ പരോക്ഷമായി വലിയ പിന്തുണ നൽകുമെന്നാണ് ഒരു വിലയിരുത്തൽ. കൂടാതെ കാസ്പിയൻ കടലിൽ റഷ്യയ്ക്ക് ശക്തമായ ഒരു നാവിക സേനയുണ്ട്. റഷ്യൻ തുറമുഖങ്ങളിലേക്ക് ആയുധങ്ങളും ചരക്കുകളും എത്തിക്കുന്ന ഇറാനിയൻ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ റഷ്യൻ നാവികസേനയുമായി ചേർന്ന് ഇറാൻ സംയുക്ത സുരക്ഷാ സംവിധാനം ഒരുക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മറ്റു ചില നിരീക്ഷകർ പറയുന്നത് വേറൊന്നാണ്. ഇറാൻ യുക്രൈനിലേക്ക് നേരിട്ട് തന്നെ ആക്രമണം നടത്തും എന്നാണ് അവർ പറയുന്നത്. യുക്രൈനുമായുള്ള ഭൂമിശാസ്ത്രപരമായ ദൂരം മറികടക്കുന്ന നിരവധി അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഇറാന്റെ കൈവശമുണ്ട്. അതുപയോഗിച്ച് യുക്രൈന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ആഘാതമേൽപ്പിക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നാണ് ചില ഇറാൻ അനുകൂല മാധ്യമങ്ങളെ ഉദ്ധരിച്ച് നിരീക്ഷകർ പറയുന്നത്. എന്നാൽ നേരിട്ടൊരു മിസൈൽ ആക്രമണം നടത്തിയാൽ അത് നാറ്റോ രാജ്യങ്ങൾ ഏറ്റെടുക്കുമോ എന്നതും ഇറാൻ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് ഇസ്രയേൽ അജണ്ട നടപ്പാക്കുന്നതിന് തുല്യമാകും. അതായത് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അവിടെ നടപ്പാകും എന്നുള്ളതാണ് ഇറാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ഒരു ആക്രമണ സാധ്യത അവസാന പരിഗണനാ വിഷയമാകാനാണ് സാധ്യതയെന്നാണ് മറ്റു ചില അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈനുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ മറ്റ് തുറമുഖ മേഖലകളിൽ വെച്ച് ഇറാന്റെ നാവികസേനയോ അല്ലെങ്കിൽ ഇറാന്റെ തന്നെ പിന്തുണയുള്ള മറ്റ് സായുധ ഗ്രൂപ്പുകളോ ലക്ഷ്യമിട്ടേക്കാം എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. അതായത് അതൊരു മറ്റൊരു സാധ്യതയാണ്. ഒന്നുകിൽ നേരിട്ട് ആക്രമണം, അല്ലെങ്കിൽ റഷ്യയുമായി ചേർന്ന് സൈനിക സഹകരണം വഴി ഒരു ആക്രമണം, അല്ലെങ്കിൽ യുക്രൈൻ്റെ കപ്പലുകളെ ഏതെങ്കിലും ഒരു സമുദ്രപാതയിൽ വെച്ച് അല്ലെങ്കിൽ സമുദ്ര മേഖലയിൽ വെച്ച് ലക്ഷ്യമിടുക. ഇങ്ങനെയുള്ള 3 സാധ്യതകളാണ് നിരീക്ഷകർ കാണുന്നത്. എന്നാൽ ഇതൊന്നുമല്ലാത്ത മറ്റു ചില അപ്രതീക്ഷിതമായ നീക്കത്തിന് ഇറാൻ മുതിരുമെന്നും മറ്റു ചില വിശകലന വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും നയതന്ത്ര തലത്തിൽ ഇറാൻ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നയതന്ത്രപരമായി മറ്റു രാജ്യങ്ങളെ കൂടെ നിർത്തി യുക്രൈന് തിരിച്ചടി കൊടുക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തം. റഷ്യൻ അധീനതയിലുള്ള യുക്രൈൻ പ്രദേശങ്ങൾക്ക് ഇറാൻ ഔദ്യോഗികമായി പരമാധികാര അംഗീകാരം നൽകി യുക്രൈനെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കാനും സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു.
കാസ്പിയൻ കടൽ ഇറാനെയും റഷ്യയും സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം നിർണായകമായ ഇടമാണ്. ഹോർമൂസ് പൂട്ടിയപ്പോൾ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ നാവിക ഉപരോധങ്ങളെ ഇറാൻ മറികടന്നതും കാസ്പിയൻ കടൽ വഴി റഷ്യയിലൂടെ നടത്തിയ ചരക്ക് നീക്കത്തിലൂടെയാണ്. ഇറാൻ ഈ മേഖലയിൽ അൻസാലി ഉൾപ്പെടെയുള്ള നിരവധി അത്യാധുനിക തുറമുഖങ്ങളാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം മധ്യേഷ്യയിലേക്കും ഇറാനിലേക്കുമുള്ള പ്രധാന വഴിയാണ് ഈ കാസ്പിയൻ കടൽ. മാത്രമല്ല, റഷ്യ ഇറാൻ സൈനിക സഹകരണം, ഇറാൻ്റെ സിവിലിയൻ ആണവ പദ്ധതിയിലെ റഷ്യയുടെ പങ്കാളിത്തം, എണ്ണ പരിവേഷണം എന്നിവ ഉൾപ്പെടെയുള്ള ടെഹ്റാനുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിൽ കാസ്പിയൻ പാതയ്ക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. അതായത് റഷ്യയ്ക്കും ഇറാനും അത്രത്തോളം തന്ത്രപ്രധാനമായ കടലിൽ കയറിയാണ് യുക്രൈൻ കളിച്ചത്. അതുകൊണ്ട് തന്നെ യുക്രൈന് ഒരിക്കലും മറക്കാത്ത, ഇനി ഇത്തരമൊരു നീക്കം ആവർത്തിക്കാൻ തോന്നാത്ത തരത്തിലുള്ള മറുപടി നൽകുമെന്നാണ് ഇറാൻ്റെ വിപ്ലവ സേനാ നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്താണ് ഇറാൻ്റെ മറുപടി എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വാർത്തയുടെ ഉള്ളറിയിക്കുന്ന സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് മില്യാസ്. നന്ദി, നമസ്കാരം.